വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മൾ റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ, ജിയാക്കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ കുട്ടികൾ ബാൽക്കണിയിൽ നിന്നിട്ട് ജിയ ചേച്ചി എന്ത് ചെയ്യുക, ജിയ ചേച്ചി അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു രീതിയിൽ റൂട്ട് മാറ്റി പിടിച്ച് പോവുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഈ പള്ളി കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള പള്ളികളൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ഉദയംപേരൂർ വഴി മുളന്തുരുത്തിക്ക് പോകുന്ന റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വഴിയിലൊക്കെ നല്ല റഷായിരുന്നു കേട്ടോ. ഓരോരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രി 10 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ എൻ്റെ നമ്മൾ വീട്ടിലും എത്തി. മമ്മി വന്ന് ഡോറൊക്കെ തുറന്ന് തന്നു കേട്ടോ. ജിയാക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, ഞങ്ങളെ അതായത് കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അവളുടെ ടോയ്സൊക്കെ ഒന്ന് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം കുറച്ചൊക്കെ ടോയ്സ് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് എടുത്ത് വെച്ചിരുന്ന് നോക്കുവാണ്, ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത്. ആൾക്ക് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ നെക്സ്റ്റ് ഡേ ആണ്. നമുക്കൊരു ആദ്യ കുർബാനയുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അവിടെ തന്നെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ ഞങ്ങൾ പള്ളിയിലൊന്നും പോയില്ല. അപ്പം അവിടേക്ക് പോവുകയാണ്. ചെറുക്കടവിലാണ്. ചെറുക്കടവ് സെൻറ്റ് എപ്രൈം പള്ളി വെച്ചായിരുന്നു കുർബാന സ്വീകരണം. അച്ചാച്ചൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ. അത് എൻ്റെ കസിൻ്റെ മോളുടെ. അപ്പം അവിടേക്ക് പോവുകയാണ്. അത്യാവശ്യം നമ്മളുടെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ആദ്യ കുർബാന സ്വീകരിക്കുന്ന മോളും ഫാമിലിയും വന്നു. പിന്നെ അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കുർബാന സ്വീകരണത്തിന് വേണ്ടി കയറുവാണ് കേട്ടോ. അപ്പോൾ ജിയാക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നെറ്റുമൊക്കെ വെച്ച് ഭയങ്കര ഒരു സന്തോഷം ആൾക്ക്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പള്ളിക്കകത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തില്ല. ഈ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വെൽക്കം ഡ്രിങ്ക് അത് കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. വളരെ എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. പൊറോട്ട, ബീഫ്, മസാല ദോശ, എഗ് ഓംപ്ലേറ്റ്, പിന്നെ മസാല ദോശയുടെ കറികൾ, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ കപ്പയും മീൻ കറിയും, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഒരു പുഡിങ്ങും. ഇത്രയായിരുന്നു കേട്ടോ മെനു. പിന്നെ വേണ്ടവർക്ക് ലെമൺ ടീയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് പിന്നെ എല്ലാ കസിൻസും ഒക്കെ ആയിട്ട് നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.